ഞാനിതോടെ തയ്യാറാക്കാൻ പോണത് കുമ്പളങ്ങ മോരുകറിയാണ്. അതിനുവേണ്ടി ഒരു 250 ഗ്രാം കുമ്പളങ്ങ ഞാൻ നുറുക്കി കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് സ്റ്റൗവിൽ വെച്ച് വേവിച്ചെടുക്കാം. ആദ്യമായിട്ടൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പോളം തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് 2ആയിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഒരു 2 എണ്ണം ചുവന്നുള്ളി, ഒരു തണ്ട് കറിവേപ്പില, ഒരു 1/2 ടീസ്പൂണോളം ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. തേങ്ങ അരച്ചെടുത്തു. ഇനി ഇതിലേക്ക് ഞാൻ മാറ്റി വെച്ചേക്കുന്ന ഒരു 1/2 കപ്പ് തൈര് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി അരക്കണം. ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഒന്ന് തിളച്ച് കിട്ടണം. കുമ്പളങ്ങ വെന്തിട്ടുണ്ട്, കറി റെഡിയായി. ഇനി നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു ചട്ടി ചൂടാക്കിയിട്ട്, കടായി ചൂടാക്കിയിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം. അതിനുശേഷം 1 ടീസ്പൂൺ ഉലുവ, ചുവന്നുള്ളി അരിഞ്ഞത് 2 എണ്ണം, കറിവേപ്പില, ഒരു 2 വറ്റൽമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇങ്ങോട്ടെടുക്കും. അങ്ങനെ നമ്മുടെ കുമ്പളങ്ങ മോരുകറി റെഡിയായി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം.